സോ ഇതാണ് മെഡിക്കൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തജിക്കിസ്ഥാൻ. മെഡിക്കൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തജിക്കിസ്ഥാൻ അല്ലെങ്കിൽ MSIT വരുന്നത് തജിക്കിസ്ഥാന്റെ ക്യാപിറ്റൽ സിറ്റി ആയ ദുഷാൻബേയിലാണ്. സോ ഈ യൂണിവേഴ്സിറ്റിയുടെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഈ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫാക്കൽറ്റി ആണ്. ഓക്കെ, ഇന്ത്യൻ ഫാക്കൽറ്റീസ് മാത്രം പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ആസ് യു ഓൾ നോ, എനിക്ക് തോന്നുന്നു MSITയുടെ വീഡിയോസ് കണ്ടിട്ടുള്ള ആർക്കും അറിയാതിരിക്കാൻ ചാൻസ് ഇല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പോട് കൂടി MBBS പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിന് നീറ്റിൽ 500+, 600+ മാർക്കുള്ള സ്റ്റുഡൻസ് ആണ്. അവർ സ്കോളർഷിപ്പോട് കൂടിയാണ് ഇവിടെ MBBS പഠിക്കുന്നത്. ഇനി ഈ യൂണിവേഴ്സിറ്റിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഉള്ളിലോട്ട് പോയി കാണാം. ഓക്കെ, സോ ഇതാണ് MSITയുടെ എൻട്രൻസ് വരുന്നത്. നമുക്ക് ഫസ്റ്റ് വരുമ്പം തന്നെ കുറച്ച് സർട്ടിഫിക്കറ്റ്സും അതേപോലെ തന്നെ ഇവിടുത്തെ ഫേമസ് പേഴ്സണാലിറ്റീസിന്റെ ഫോട്ടോസ് കാണാം. ഇതാണ് നമ്മുടെ തജിക്കിസ്ഥാന്റെ പ്രസിഡന്റ് വരുന്നത്. തജിക്കിസ്ഥാന്റെ പ്രസിഡന്റ് ആണ് ഈ യൂണിവേഴ്സിറ്റി ഇനാഗ്രേറ്റ് ചെയ്തത്. നമുക്കിവിടെ സർട്ടിഫിക്കേഷൻസ് കാണാം. നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ മെഡിക്കൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തജിക്കിസ്ഥാന് റെക്കഗ്നൈസേഷൻ കിട്ടിയത്. അതേപോലെ തന്നെ IAARന്റെ സർട്ടിഫിക്കേഷനും നമുക്കിവിടെ കാണാം. ഇതേപോലെ തന്നെ പുള്ളി ഇനാഗ്രേറ്റ് ചെയ്ത സമയത്ത് പുള്ളി നമ്മുടെ ഓരോ സെക്ടേഴ്സ് വിസിറ്റ് ചെയ്യുന്നതും അതിൻ്റെ എക്സ്പ്ലനേഷന് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഫോട്ടോസ് ആണ് വരുന്നത്. ദ ഫസ്റ്റ് ബാച്ച് ആണ് MSITയുടെ. MSITയുടെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ തജിക്കിസ്ഥാനിൽ തന്നെ വേറെ ഒരു യൂണിവേഴ്സിറ്റിയിലും MSIT അല്ലാണ്ട് ഓട്ടോപ്സി പ്രൊവൈഡ് ചെയ്യുന്നില്ല. MSITയിൽ മാത്രമാണ് ഇന്ത്യൻ ഫാക്കൽറ്റീസ് വന്ന് ഇവിടുത്തെ ഗഡേവറും അതേപോലെ തന്നെ ഓട്ടോപ്സി കുട്ടികളെ ഡയറക്റ്റ് കാണിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല നമ്മുടെ സ്റ്റുഡൻസിന് എല്ലാ ക്ലിനിക്കൽസും പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ ഫാക്കൽറ്റീസ് ആണ്, വിച്ച് ഈസ് എ ഗ്രേറ്റ് പ്രിവിലേജ് ഫോർ അവർ ഇന്ത്യൻ സ്റ്റുഡൻസ്. ഇനി ഞാൻ കുട്ടികളോട് ഡയറക്റ്റ് അപ്രോച്ച് ചെയ്തപ്പം തന്നെ ഒരുപാട് കുട്ടികൾ പറയണ്ടേ, മാം ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡൗട്ട് ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, നമുക്കൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇന്ത്യൻ ഫാക്കൽറ്റീസ് തന്നെയാണ്. ഇപ്പം നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും ഇവർക്ക് ഇന്ത്യൻ ടീച്ചേഴ്സ് മാത്രം പഠിപ്പിക്കും, ഇവർക്ക് എങ്ങനെ ഡിഫറൻസ് അറിയാൻ പറ്റും? ആക്ച്വലി ഇവർക്ക് നോൺ സബ്ജക്ട്സ്, മെയിൻ സബ്ജക്ട്സ് അല്ലാത്ത 2 സബ്ജക്ട്സ്, ബയോളജി, കെമിസ്ട്രി. നമ്മൾ ഫസ്റ്റ് ഇയർ വരുമ്പോൾ എപ്പോഴും മെയിൻ സബ്ജക്ട്സ് അല്ലാത്ത ബയോളജി, കെമിസ്ട്രി കുട്ടികൾക്ക് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് എല്ലാ എബ്രോഡ് കൺട്രീസിൽ പോകുമ്പോൾ ഫസ്റ്റ് 6 months ഉണ്ടാവും. അത് അവർ പഠിപ്പിക്കുന്നത് ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആണ്. അപ്പോൾ ഈ ഫാക്കൽറ്റീസ് പഠിപ്പിക്കുമ്പം ഇവർക്ക് ഒരു ലാംഗ്വേജ് ബാരിയർ വരാറുണ്ട്. അവർ ഓൾറെഡി ബയോളജി പഠിച്ചിട്ട് വന്ന സ്റ്റുഡൻസ് സ്റ്റിൽ ഇവിടുത്തെ ഫാക്കൽറ്റീസ് പഠിപ്പിക്കുമ്പം അവർക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. ബട്ട് നമ്മുടെ ഇന്ത്യൻ ഫാക്കൽറ്റീസ് വേറെ ആസ് കമ്പയർഡ് ടു ദം പഠിപ്പിക്കുമ്പോൾ അവർക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. മാത്രമല്ല ഇന്ത്യൻ ഫാക്കൽറ്റീസിന്റെ ആ ഒരു ഹോംലി ഫീലും അതേപോലെ തന്നെ ഒരു ക്ലാസ്സിൽ നമുക്കൊരു കോംപ്ലക്സ് ഫീൽ ചെയ്യാതെ ഒരു എൻവയോൺമെന്റ് ആണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് MSITയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ MSITയുടെ മിനി കോൺഫറൻസ് ഹാളാണ്, അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. സോ മിനി കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടാണ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ മീറ്റിംഗ് നടക്കുന്നത്. അതായത് ഇന്ത്യൻ സ്റ്റുഡൻസിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഫാക്കൽറ്റീസ്, ടീച്ചേഴ്സ് അതേപോലെ ഇവിടുത്തെ റെക്ടറായിട്ട് മീറ്റിംഗ്സ് നടക്കുന്നതും നമ്മുടെ കുട്ടികൾക്ക് എന്ത് ഇഷ്യൂസ് ആയിക്കോട്ടെ, ലെറ്റ് ഇറ്റ് ബി ഹോസ്റ്റൽ. ഇപ്പോൾ വേറൊരു കൺട്രി പോലെയല്ല, പ്രൈവറ്റ് ഹോസ്റ്റൽസിൽ നിന്നിട്ട് അവർക്കൊരു ഇഷ്യൂ വരുമ്പോൾ സോർട്ട് ചെയ്യാൻ ആളില്ലാത്ത പോലെയല്ല. ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ തന്നെ അലൈൻഡ് ആയിട്ടുള്ള ഹോസ്റ്റൽസ് ആണ് വരുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ ഒരു ഇഷ്യൂ വന്നാൽ പോലും നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ റെക്ടേഴ്സ് ആയിരിക്കും അത് റിസോൾവ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ബിഗ് പ്രിവിലേജ് ഫോർ അവർ ഇന്ത്യൻ സ്റ്റുഡൻസ്. നമുക്ക് 2 സെക്ടേഴ്സ് ആയിട്ടാണ് വരുന്നത്. റൈറ്റ് സൈഡ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ആണ് സെക്ടേഴ്സ് വരുന്നത്. ഇവിടുന്നാണ് ക്ലാസ് റൂംസ് ഒക്കെ ഡിവൈഡഡ് ആവുന്നത്. ഒരു പോർഷൻസിലോട്ട് വരുമ്പം നമ്മുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡീൻ അതേപോലെ റെക്ടർ, വൈസ് റെക്ടേഴ്സിൻ്റെ ഒക്കെ റൂംസും കാര്യങ്ങളും വരുന്നത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ നോട്ടീസ് ബോർഡ്സ് ഉണ്ട്. ഈ നോട്ടീസ് ബോർഡ്സിലാണ് ഓരോ ടൈം ടേബിൾസും ഷെഡ്യൂൾസും ഓരോ ടീച്ചേഴ്സിന്റെ ക്ലാസ്സസ് വരുന്നതും അതേപോലെ തന്നെ ഈ ബിൽഡിങ്ങിൽ ഡിഫറെൻറ്റ് ക്ലാസ് റൂംസ് ഉണ്ട്. ഏത് പെർട്ടിക്കുലർ ക്ലാസ് ആണ് ഏത് ക്ലാസ് റൂംസിൽ വെച്ചിട്ടാണ് ഷെഡ്യൂൾ ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ആണുള്ളത്. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഏത് ടീച്ചറാണോ ഏത് സബ്ജക്ട്സ് പഠിപ്പിക്കുന്നത് അത് നമുക്ക് ഈ നോട്ടീസ് ബോർഡിൽ വിസിബിൾ ആയിരിക്കും വിത്ത് ദെയർ ഫോട്ടോസ്. അതായത് ഫോർ എക്സാമ്പിൾ മൈക്രോബയോളജി ആണെങ്കിൽ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ ടീച്ചേഴ്സിന്റെ ഫോട്ടോസ് കാണും. സോ നമുക്ക് ഈസിലി നമ്മുടെ ടീച്ചറിന്റെ ഒരു നെയിം അറിയുകയാണെങ്കിൽ ഓക്കെ ഈ ടീച്ചേഴ്സ് ആയിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നതെന്നുള്ളൊരു ഐഡിയ നമുക്ക് ഓൾറെഡി സ്റ്റുഡൻസിന് ബിഫോർ ഗോയിങ് ക്ലാസ് കിട്ടും. നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് എല്ലാവർക്കും ഇവിടെ IDs ഉണ്ട്. സ്റ്റുഡൻസ് ID എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഇൻഡിവിജ്വൽ IDയും പാസ്വേഡും യൂസർ IDs ഉണ്ട്. അപ്പോൾ ഇതിൽ കയറുമ്പോൾ നമ്മുടെ അറ്റൻഡൻസ്, റെഗുലർ ടൈം ടേബിൾസ്, അതുപോലെ തന്നെ ഓരോ ദിവസം ക്ലാസ്സിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനുള്ള മാർക്ക്, ഡെയിലി ക്രെഡിറ്റ് സിസ്റ്റം ആണ്. ഈ ക്രെഡിറ്റ് സിസ്റ്ററിന്റെ മാർക്കൊക്കെ ഈ IDസിൽ അപ്ഡേറ്റഡ് ആവും. ഈ ID നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ വരുമ്പം ഈ IDs എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ IT ഡിപ്പാർട്ട്മെന്റിന്റെ റൂം.
114 വരുന്നത്. ഈ റൂമിലാണ് നമ്മുടെ IT ഡിപ്പാർട്ട്മെന്റിന് ഇന്ത്യൻ സ്റ്റാഫ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ കമ്പനി ഉണ്ട്, നമ്മുടെ സ്റ്റുഡൻസിന്റെ കാര്യങ്ങളെല്ലാം ടേക്ക് കെയർ ചെയ്യുന്ന അവരുടെ റൂമും വരുന്നത്. സോ നമ്മുടെ എന്ത് ഇഷ്യൂസും കുട്ടികൾക്ക് ഇന്ത്യൻ സ്റ്റുഡൻസിന് എന്തൊരു ഇഷ്യൂ ഫേസ് ചെയ്യുമ്പോഴും അവർക്ക് ഡയറക്റ്റ്ലി ഈ റൂമിൽ വന്നിട്ട് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ നമ്മുടെ ഇന്ത്യൻ ഫാക്കൽറ്റീസിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ MSITയിൽ ഏറ്റവും പെക്യുലിയർ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വരുന്നൊരു ഫ്യൂച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഫാക്കൽറ്റീസ് ആണ് ഇവിടുത്തെ കഡേവർ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളെല്ലാം നമ്മുടെ സ്റ്റുഡൻസിന് കാണിച്ചു കൊടുക്കുന്നത്. വിച്ച് മീൻസ് അവർക്ക് നമ്മുടെ ലാംഗ്വേജിൽ, നമ്മുടെ ഓൺ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ, അതേപോലെ തന്നെ അവരുടെ നേറ്റീവ് ലാംഗ്വേജിൽ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. നമ്മുടെ എല്ലാ കുട്ടികൾക്കും നല്ലൊരു ബെറ്റർ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. സോ ഇതാണ് MSITയുടെ എൻട്രൻസ് വരുന്നത്. നമ്മൾ ഇതിനകത്തുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും, ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും കണ്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്കൊരു വ്യൂ വരുന്നത്. ഇവിടുന്ന് ഡയറക്റ്റ് എൻ്റർ ചെയ്തിട്ട് ഇതാണ് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇവിടാണ് കുട്ടികളുടെ ID കാര്യങ്ങൾ എല്ലാം, അതായത് ഡോക്യുമെന്റേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ ചെറിയ ചെറിയ ക്ലാസ്സസ് ലൈക്ക് ബയോളജി, കെമിസ്ട്രി അങ്ങനത്തെ ബേസിക് ക്ലാസ്സസും അതേപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജ് ആയിട്ടുള്ള തജിക്കിന്റെ ക്ലാസ്സസും കണ്ടക്ട് ചെയ്യുന്നത് ഈ മെയിൻ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിങ്ങിലാണ്. അനാറ്റമിയുടെ മൈനർ ലെക്ചേഴ്സ് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ബാക്കി മേജർ ലെക്ചേഴ്സും അതേപോലെ തന്നെ ക്ലിനിക്കൽസും വരുന്നത് ഹോസ്പിറ്റൽസിലും ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സിലുമാണ് വരുന്നത്. ഇപ്പം നമ്മൾ MSIT എന്നൊരു യൂണിവേഴ്സിറ്റി ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും എങ്ങനെ വേർതിരിക്കാം എന്ന് പറയുമ്പം MSIT ഈസ് എ കംപ്ലീറ്റ് പാക്ക്. നമ്മളൊരു മെഡിക്കൽ സ്റ്റുഡൻറ്റിന് വേണ്ടുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ക്ലിനിക്കൽസും ടീച്ചേഴ്സ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ക്വാളിറ്റി ആയിക്കോട്ടെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പാക്കാണ് MSIT. ഇപ്പൊ MSITയിൽ നമുക്കൊരു കൾച്ചറൽ ആക്ടിവിറ്റീസ് എടുക്കാം. നമ്മുടെ സ്റ്റുഡൻസ് തജിക്കിസ്ഥാനിലെ തന്നെ ഇന്റർ കോളേജ് ഫെസ്റ്റിൽ പോയി നമ്മുടെ സ്റ്റുഡൻസിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. സോ കൾച്ചറൽ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, മെഡിക്കൽ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ക്വാളിറ്റിയുടെ കാര്യത്തിൽ MSIT ഒരിക്കലും ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. സോ ഒരു മെഡിക്കൽ ലൈഫ് നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെ വിത്ത് സം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്, അത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. ഒരു ഇന്റർനാഷണൽ അറ്റ്മോസ്ഫിയറോട് കൂടി ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്ലസ് നല്ലൊരു കൾച്ചറൽ ആക്ടിവിറ്റി പ്ലസ് നല്ലൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എല്ലാം വേണോ, ഐ വുഡ് സജസ്റ്റ് യു ഒരു ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിട്ട് MSIT. ഉറപ്പായിട്ട് ഞാൻ MSIT സജസ്റ്റ് ചെയ്യും.